റിയാസെ മനസ്സിലാക്ക്. കെ ജയന്ത് പറയുന്നത് നിപ്പ വൈറസിനെ തടയുന്നത് രാഷ്ട്രീയക്കാരല്ല. ഇവിടെ കൃത്യമായ ആരോഗ്യ സംവിധാനമുണ്ട്, മികച്ച ഡോക്ടർമാരുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 പ്രാവശ്യം ഈ നിപ്പ ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിച്ച് പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘമുണ്ട്. മന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. കളക്ടറുടെ ഇടപെടലുണ്ട്. വളരെ കൃത്യമായ രീതിയിൽ നിപ്പയെ അവർ പ്രതിരോധിക്കുന്നു. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. താൻ പിന്നെന്തിനാണോ പട്ടിഷോ നടത്തുന്നത്? താൻ ഇവിടെ MLA ആണ് ഇവിടെ ഇങ്ങനെ കുത്തിരിക്കണം. ആ കണ്ണൊക്കെ അങ്ങനെ തള്ളിയിട്ട് ഞങ്ങൾക്ക് കാരണം, ഉള്ളോട്ട് കാരണം ഇവനെ കണ്ടല്ലോ. അവസാനം നാണം കെട്ടുപോയി. മുരളീധരൻ പറഞ്ഞ അമ്മാതിരി ചപ്പടാച്ച് കളിയൊന്നും കളിക്കട്ട, കടന്നു പോടോ എന്ന് പറഞ്ഞു. കടന്നു പോടോ, മാറി നിൽക്കണോ എന്ന് പറഞ്ഞു മുരളീധരൻ. നിന്റെ റീൽസ് എടുക്കലും മൂപ്പരുടെ ഉള്ളിൽ റീൽസ് എടുക്കാനാണ്. ഓ ഞാനിതാ. എന്നിട്ട് അവസാനം പറയും നിപ്പയെ പ്രതിരോധിച്ചത് ആരാ? മരുവാനാണ് പ്രതിരോധിച്ചത്. മന്ത്രിയെ എവിടെയും കണ്ടില്ല. മരുവാൻ എന്നിട്ട് കൺട്രോൾ റൂമിന്റെ ഉള്ളിൽ കയറി കാണ്ടി നിപ്പ വൈറസിനോട് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടട്ടോ എന്ന് പറഞ്ഞു. ഉളുപ്പില്ലാത്തവന്റെ ആസനത്തിൽ ആല് മുളച്ചാല് ഇതാ അതിന്റെ വാർത്ത. ഇന്ന് എല്ലാ പത്രങ്ങളിലും അതിന്റെ വാർത്തയുണ്ട്. എന്നിട്ട് ജയന്ത് ഒരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങളുടെ 2 ആരോഗ്യമന്ത്രിമാർ അല്ലേ, എന്ത് തള്ളായിരുന്നു അല്ലേ? ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ അവസാനം തള്ളി ജനങ്ങൾ തള്ളി അല്ലേ? ജനങ്ങൾക്ക് മനസ്സിലായി ഈ 2 ആരോഗ്യമന്ത്രിമാരും ശ്രീമതി മറ്റേ ടീച്ചർ, ഏത് ടീച്ചറമ്മ, ശൈലജ ടീച്ചർ വക അതേപോലെ ആരോഗ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യേണ്ടതാണ്. ഞാനങ്ങനെ ചെയ്തിരുന്നു, എമ്മ വിവരമില്ലാത്തതുകൊണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്ത് വേറെ പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട്. എന്നിട്ട് പറഞ്ഞു ഞാനതാ തടയുന്നു. എടോ ഇത് ലോകാരോഗ്യ സംഘടനയുടെ വളരെ വ്യക്തമായ ചില മാനദണ്ഡങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് ഇവിടെ അല്ലെ ഇഎം ഉണ്ടാക്കിയ പ്രോട്ടോകോൾ ഒന്നല്ല, ഞാൻ ഉണ്ടാക്കിയ പ്രോട്ടോകോൾ. ശൈലജ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഞാൻ ഉണ്ടാക്കിയ പ്രോട്ടോകോളാണ്. ഇപ്പൊ പ്രോട്ടോകോൾ ഉണ്ടാക്കുകയാണല്ലോ. പ്രോട്ടോകോളൊക്കെ ലോകാരോഗ്യ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. ഞാനൊന്ന് ചോദിക്കട്ടെ, കെ ശൈലജയോട് ചോദിക്കുന്നത് വീണയോട് ചോദിക്കുകയാണ്. കെ ശൈലജ എന്ന് പറയുന്ന മന്ത്രി, പിന്നെ ഈ വീണ ജോർജ് എന്ന് പറയുന്ന 2ാം മന്ത്രി, കഴിഞ്ഞ 10 വർഷം നിങ്ങൾ ഇവിടെ ഭരിച്ചിട്ടെ ഈ നിപ്പ എന്ന് പറയുന്ന ഈ ഒരു പകർച്ചവ്യാധി ഉണ്ടായപ്പോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റിയോ? ഇനി ഒന്നുമല്ല. ഇവിടെ ഇൻഫെക്ഷണൽ ഡിസീസിന്റെ ഒരു പ്രത്യേക ബ്ലോക്ക്, അതായത് പകർച്ചവ്യാധി നിയന്ത്രണ ബ്ലോക്ക്, അങ്ങനെ ഒരു ബ്ലോക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ സ്ഥാപിക്കാൻ പറ്റിയോ? നിങ്ങൾക്ക് 10 വർഷം ഭരിച്ചിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ അത് പരിശോധിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അത് ചികിത്സിക്കുന്നതിനുള്ള പ്രത്യേക കേന്ദ്രം, ഇൻഫെക്ഷസ് ഡിസീസ് സെന്റർ സ്ഥാപിച്ചോ നിങ്ങൾ? ഇപ്പോഴും എന്താ പറയുക, പേവാർഡ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പേവാർഡിൽ നിന്ന് രോഗികളെ ഒഴിപ്പിച്ച് അവിടെയാണ് ഈ പറയുന്ന രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്തത്. ഇത്തരത്തിൽപ്പെട്ട സംശയമുള്ള രോഗികളൊക്കെ അവിടെയാണ് എന്ന് പറയാം. പേവാർഡ് ഒഴിപ്പിക്കുകയാണ്. ആ രോഗികൾ മുഴുവൻ ഒഴിപ്പിക്കുകയാണ്. അവിടെ പകരം ഒരു സംവിധാനം ഉണ്ടാക്കാൻ 10 വർഷം വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല. എന്നിട്ടാണ് ഈ മണകുടാഞ്ചൻ പോയി കണ്ട് കണ്ണും തുറപ്പിച്ചു കണ്ട് എനിക്ക് ഉള്ളിൽ കാരണം റീൽസ് ഒക്കെ പറയുന്നത്. എട്ടോ റിയാസെ, ഇതിനൊക്കെയാണോ നീ പ്രതിഷേധിക്കേണ്ടത്? MLA ആണത്ര MLA. മറ്റൊന്ന് ഇവിടെ വൈറോളജി ലാബ്, അതായത് പൂന വൈറോളജി ലാബിൽ നിന്ന് എത്തണം വിവരം ഇത് കൺഫേം ചെയ്യാൻ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഒരു വൈറോളജി ലാബ്, ആ നിലവാരത്തിലുള്ള ഒരു വൈറോളജി ലാബ് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞ 10 വർഷം ഭരിച്ച കാർഡുഭൂതത്തിന് പറ്റിയില്ല. ഈ രണ്ട് ആരോഗ്യമന്ത്രിമാർക്കും പറ്റിയില്ല. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ കിടക്കുകയാണ്. അവ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം ഈ നിപ്പയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ചുക്കും നിങ്ങൾ ചെയ്തില്ലടോ, ഒരു ചുക്കും ചെയ്തില്ല. എന്നിട്ട് ഇപ്പൊ വന്ന് പഠിപ്പിക്കുക. കെ മുരളീധരൻ ഒന്നും ചെയ്തില്ല. ഒരൊറ്റ ആൾക്ക് മാത്രമാണ് രോഗം ബാധിച്ചത്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന മാതിരി ഭീതി ഇങ്ങനെ പടർത്തേണ്ട കാര്യമില്ല. എന്നിട്ട് വൈകുന്നേരം വന്ന് കണ്ട് ഇങ്ങനെ പ്രസംഗിക്കുക, ഞങ്ങളിതാ തടയുന്നു. ഇമാതിരി പട്ടിഷോ UDF സർക്കാർ നടത്തില്ല. റിയാസെ മനസ്സിലാക്കുക, ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായതാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ പരിഹസിക്കുകയായിരുന്നു. നിന്റെ ഈ പട്ടിഷോ കാണുമ്പോഴേ ജനങ്ങൾ ഇവിടെ പരിഹസിക്കുകയായിരുന്നോ. ഇന്നലെ കോമഡി ഷോ കാണാൻ ആളുണ്ടായിരുന്നില്ല, തനിക്കറിയോ? ഇന്നലെ ചാനലുകളിലൊന്നും കോമഡി ഷോ കാണാൻ ആളുണ്ടായിരുന്നില്ലടോ. ആൾക്കാരൊക്കെ നിന്റെ ഈ പട്ടി ഷോ കണ്ടിട്ടേ ആൾക്കാർ ചിരിക്കുകയായിരുന്നു. ഇത്രയും വിവരമില്ലാത്തൊരു മണുകുളാഞ്ചനെ ആണല്ലോ മുഖ്യമന്ത്രിയുടെ മോക്ക് ഈ 2ാം ഭർത്താവായി കിട്ടിയത് എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടോ? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ട് ഇപ്പൊ വരുമ്പോൾ ഇവൻ അതിന്റെ ഉള്ളിൽ കയറണം. വേറെ എന്തെങ്കിലും കാര്യത്തിന് തർക്കമില്ല, മൂപ്പർക്ക് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഫോൺ ചെയ്യണമല്ലോ. അതാ പറഞ്ഞു പൊലി പോയി ഫോൺ ചെയ്തോളാൻ, വീട്ടിൽ പോയി ഫോൺ ചെയ്തോളാൻ. ഇന്നലെ ഏറ്റവും തമാശ കലർന്ന ഒരു പട്ടി ഷോ ഇന്നലെ കോഴിക്കോട് നടത്തിയിരുന്നു. പട്ടി ഷോ നടത്തിയത് കോഴിക്കോട്ടുകാരുടെ അല്ല, ബേപ്പൂർ മണ്ഡലത്തിലെ MLA ആയ
തോറ്റ റിയാസ് ബേപ്പൂർ മണ്ഡലത്തിൽ മുൻതവണ ജയിച്ചതിന്റെ കാൽഭാഗം വോട്ട് പോലും കിട്ടാതെ ബേപ്പൂർ മണ്ഡലത്തിലെ ആൾക്കാർ പോലും വേണ്ടടോ മരുമോൻ അല്ലേ, പിണറായി വിജയന്റെ മരുമോനായി കഴിഞ്ഞ 5 വർഷം അർമാദിച്ച് നടന്ന റീൽസ് എടുത്ത് നടന്ന ബേപ്പൂർ മണ്ഡലത്തെ അക്ഷരാർത്ഥത്തിൽ നശിപ്പിച്ച അല്ലെ ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താത്ത, പക്ഷേ ഞാൻ എന്തൊക്കെയൊക്കെ ചെയ്തു എന്ന് ഒരു ധാരണ, ഒരു പ്രോപ്പഗണ്ട നടത്തി നിസ്സാര വോട്ടിന് കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു 30,000-നടുത്ത് വോട്ടിന് ജയിച്ചതാണ്. 28,000 ചില്ലാൻ വോട്ടിനാണ് ഇപ്പൊ ജയിച്ചത്. 2021 ജയിച്ചത്. അന്ന് പ്രത്യേക സാഹചര്യത്തിൽ അത്രയും വോട്ട് കിട്ടിയതാണ്. പക്ഷേ കഴിഞ്ഞ തവണ ആ വോട്ട് ഏതാണ്ട് എത്രയായി കുറഞ്ഞു? 7,000 വോട്ടായി കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ റിയാസ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ റിയാസ് എന്ന് പറയുന്ന മരുമോൻ ഏറ്റവും റിയാസിനെ കുറിച്ച് നമുക്ക് പറയാൻ നമ്മൾ ലജ്ജ തോന്നും ഇയാളുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ. ഇന്നലെ ബേപ്പൂർ മണ്ഡലത്തിലുള്ള ആൾക്കാരല്ല, മലയാളികൾ മുഴുവൻ നാണം കെട്ട ഒരു കാഴ്ചയായിരുന്നു. എന്താ പറയാ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ ഈ പറയുന്ന നാണം കെട്ടവൻ, ഒരു വകക്ക് കൊള്ളാത്തവൻ അല്ലെ, പാണ്ഡ്യാല ഷാജിയുടെ ഭാഷയിൽ പറഞ്ഞ ഒരു വകക്ക് കൊള്ളാത്തവൻ ഇവൻ നടത്തിയ പട്ടി ഷോ. അതായത് ഈ എന്താ പറയാ, നിപ്പ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഈ കൺട്രോൾ റൂമിലേക്ക് മൂപ്പർക്ക് കയറി ചെല്ലണം. അത്രേ എനിക്ക് ഇതിന്റെ കൺട്രോൾ സെല്ലിലേക്ക് കയറി ചെല്ലണം, കൺട്രോൾ റൂമിലേക്ക് കയറി ചെല്ലണം. അവിടെ ഇരുന്നിട്ട് എനിക്ക് കുറെ ആൾക്കാർ ഫോൺ ചെയ്യാറുണ്ട്. എന്റെ നാട്ടുകാർക്കൊക്കെ എനിക്ക് ശക്തി പകരണം. ഇവൻ വിളിച്ച് ശക്തി പകരണല്ലോ. ഇവന്റെയൊക്കെ വിചാരം എന്ത്? കണ്ണൊക്കെ അങ്ങനെ തള്ളി നമ്മൾ വിചാരിക്കും കണ്ണിന്റെ ഉണ്ണിയെക്കാണ്ട് പുറത്തേക്ക് ചാടുന്നു. കുറെ മാധ്യമ പ്രവർത്തകങ്ങൾ വളഞ്ഞു. എന്താ റിയാസിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കൺട്രോൾ റൂമിന്റെ ഉള്ളിലേക്ക് കയറണം. കൺട്രോൾ റൂമിന്റെ ഉള്ളിലേക്ക് അവൾ കേൾക്കുന്നില്ല. ഒരു കയറ്റോ ഒരു പറഞ്ഞേ ഇങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. അവിടെ എവിടെയും കുത്തിരുന്നോളം പറഞ്ഞു ഇങ്ങോട്ട് കയറാനും പറ്റില്ല. ഫോൺ ചെയ്യണം. ഫോൺ ചെയ്യണം. പനി പോയി ഫോൺ ചെയ്യ്. ഇവിടെ അമ്മായിച്ച പറഞ്ഞില്ലേ വീട്ടിൽ പോയി ചോദിക്കുന്നു പറഞ്ഞ മാതിരി റിയാസിനോട് പറഞ്ഞു എനിക്ക് ഫോൺ ചെയ്യണമെങ്കിലേ വീട്ടിൽ പോയി ചെയ്യുന്നു പറഞ്ഞു. അല്ല, മൂപ്പർക്ക് കൺട്രോൾ റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് മൂപ്പർക്ക് അവിടുത്തെ പട്ടി ഷോ നടത്തണം. ഇവന്റെ ഒക്കെ ഒരു ഒന്ന് ഈ പിണറായി വിജയൻ സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഭീതി വിതയ്ക്കുകയായിരുന്നു അല്ലേ. കോവിഡിന്റെ കാര്യം പിന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം കോവിഡിന്റെ ആ പകർച്ചയുടെ ഒരു രൂക്ഷത, കോവിഡ് പകർന്നു പിടിക്കുന്ന ആ ഒരു രൂക്ഷത നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷെ നിപ്പ എന്ന് പറയുന്നത് ആഗോള വ്യാപകമായി വളരെ കൃത്യമായി മനസ്സിലാക്കിയതാണ്. നിപ്പ എന്ന് പറയുന്നത് കോവിഡ് പോലെ ഇങ്ങനെ പെട്ടെന്ന് എന്താ പറയാ അങ്ങോട്ട് പടർന്നു പിടിക്കുന്നില്ല. അത് എവിടെയാണോ അതിന്റെ ഒരു കേന്ദ്രസ്ഥാനം അതിന്റെ അടുത്തുള്ള ഒരു 4, 5, 10, 12 എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗ്രൂപ്പിന് മാത്രമാണ് ഈ നിപ്പ വൈറസ് ബാധിക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ 3-4 പ്രാവശ്യം കോഴിക്കോട്ട് ഈ നിപ്പ വൈറസ് ബാധ ഉണ്ടായപ്പോൾ നമ്മൾ ബോധ്യപ്പെട്ടതാണ്. ഒരുപാട് 100 ആൾക്കാരിലേക്ക് പകരുകയും 100 ആൾക്കാർ മരിച്ചു വീഴുകയൊന്നും ചെയ്യില്ല. അപ്പൊ ഇതിൻ്റെതായ ഇതിൽ വലിയ ഭീതി വളർത്തിയിരുന്ന കാര്യമില്ല. പക്ഷേ പിണറായി വിജയൻ സർക്കാർ ചെയ്തെന്തായിരുന്നു? നിപ്പ വന്നപ്പോഴത്തേക്ക് ഇവിടെ എന്തോ ഭീകരമായ ഒരു പകർച്ചവ്യാധി വരികയാണ്, അതാണ് രസം, ഞങ്ങളിതാ തടഞ്ഞു നിർത്തുന്നു. ആര്? ഡോക്ടർമാരൊന്നല്ല, ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ, ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, ഞങ്ങൾ നിപ്പയെ തടഞ്ഞു നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഇവന്മാര് രാവിലെ ഉച്ചക്കും വൈകുന്നേരം പത്രസമ്മേളനം, ഒരു നിരോധിത മേഖല അവിടെ സ്ഥാപിക്കില്ല, അങ്ങോട്ട് കടക്കാൻ പാടില്ല, അവിടെ റിബൺ കെട്ടല്, ആൾക്കാരെ മുഴുവനും വിഹ്വലരാക്കിക്കൊണ്ട് എന്നിട്ട് പറയും ഞങ്ങൾ ഇതാ തടയാൻ പോകുന്നു. ഒരു കോപ്പില്ലെന്ന ഒരാൾക്കാണ് നിപ്പ ബാധിച്ചത്. അദ്ദേഹം ഗുരുതരമായി തുടരുന്നു. ശരി തന്നെ, അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് വരെ നെഗറ്റീവ് റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ അത്തരമൊരു വ്യാപനം നടന്നിട്ടേയില്ല. നിങ്ങൾ ഈ നാട്ടുകാരെങ്ങനെ സംഭ്രമിപ്പിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് റിയാസ് ഇന്നലെ പറഞ്ഞത് മന്ത്രി മുരളീധരനെ കുറിച്ച് പറയാണ്. മുരളീധരനെ കുറിച്ച് പറയാൻ തനിക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഉള്ളത് റിയാസെ? കെ മുരളീധരന്റെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന്റെ അടുത്തൊന്നും താൻ എത്തൂലടോ. താൻ കഴിഞ്ഞ 5 വർഷം PWD വകുപ്പ് ഏത് രീതിയിലാണ്, ഇവിടുത്തെ ടൂറിസം വകുപ്പ് ഏത് രീതിയിലാണ് ആകെ കുളമാക്കിയത് നാട്ടുകാർക്ക് അറിയാം. എന്നിട്ട് മുരളീധരനെ പഠിപ്പിക്കാൻ താനോ? മന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്തില്ലാന്ന്. ഇവൻ മാത്രമല്ല ഇവന്റെ മാതിരി കുറെ മണകുളഞ്ചന്മാരുണ്ട്. ഇവരുടെയൊക്കെ ആവശ്യം എന്താണ്? മുരളീധരൻ കോഴിക്കോട് ക്യാമ്പ് ചെയ്യണം. എന്തിനാണോ മുരളീധരൻ കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്നത്? ഈ ഒരു നിപ്പ ബാധ അറിഞ്ഞ ആ ദിവസം
മുരളീധരൻ കോഴിക്കോട്ടുണ്ടായിരുന്നു. മുരളീധരൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുരളീധരൻ തിരുവനന്തപുരത്തേക്ക് പോയി. എന്തിനാണോ ആരോഗ്യമന്ത്രി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നത്? എന്താ ആരോഗ്യമന്ത്രി കോഴിക്കോട്ട് തന്നെ ക്യാമ്പ് ചെയ്താലോ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ? അതൊക്കെ നിങ്ങളെ കാലത്ത് നിങ്ങളുടെ കഴിവില്ലായ്മ മന്ത്രി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാലം മാറിയടോ. മന്ത്രിക്ക് തിരുവനന്തപുരത്തിരുന്ന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാം. അല്ലാതെ ഈ കോഴിക്കോട്ട് നിപ ബാധ ഉണ്ട് വിചാരിച്ചിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ മന്ത്രി ഇങ്ങനെ അവിടെ ഇങ്ങനെ കെട്ടിയിടേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഇങ്ങനെ പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങളല്ലാതെ മറ്റാരും ഇത് പറയേണ്ട കാര്യമില്ലടോ റിയാസെ. എന്നിട്ട് ഇവൻ അതിനുള്ളിൽ കാരണമല്ല, സമ്മതിച്ചില്ല. കളക്ടർ പറഞ്ഞു അതിന്റെ ഉള്ളിൽ കാരണം പറഞ്ഞു. ഇയാൾ എന്നിട്ട് അവിടുന്ന് കൊലാലോ എനിക്ക് കാരണം എന്റെ നാട്ടോ എന്തൊരു സ്നേഹം മൂപ്പരെ നാട്ടുകാരോട് പറയണത്രേ. നിങ്ങൾ പേടിക്കണ്ട നിപ്പ ഒരു പ്രശ്നമില്ല, ഞാൻ ഇവിടെ ഉണ്ട്. കേടോ റിയാസേ, മറ്റന്നാളെ ബുധനാഴ്ച തന്റെ രണ്ടാം ഭാര്യയെ ഇടി പിടിക്കും. അവിടെ പോയി നിൽക്കോ. എന്തേ കഴിഞ്ഞ ദിവസം ഇടിയുടെ അടുത്തേക്ക് വീണൊക്കെ അസുഖമാണത്രേ അല്ലേ? പോയി ശുശ്രൂഷിക്ക്. ഒന്നാം ഭാര്യയെ താൻ എന്തൊക്കെയാ ചെയ്തത് നമ്മുടെ നാട്ടുകാർക്ക് അറിയാം കേട്ടോ. ഇനി രണ്ടാം ഭാര്യ അതേപോലെ പിടിച്ച് മറ്റേ കൂമ്പിലിടിക്കണ്ട. കൂമ്പിലിടിച്ചു കഴിഞ്ഞാൽ വിവരറിയും. കാറിന് പോതെ ചവിട്ടി തെറിപ്പിക്കും. ഭാര്യ അവിടെ സുഖമില്ലാതെ കിടക്കണം. മൂപ്പരെ ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇടീൻ്റെ അടുത്ത് പോകാഞ്ഞത്. എന്താ സുഖമാണ് നമുക്കറിയില്ല, എന്തോ ഒരു മാരക സുഖമാണ്. അപ്പം പറയാണ് ഇടീൻ്റെ അടുത്ത് വരില്ല. ശരി, അപ്പോഴാണ് ഇടി വിടുന്നില്ല. ഇടി പറയാണ് അടുത്ത ബുധനാഴ്ച വരണം. എന്നിട്ട് മൂപ്പര് ഇവിടെ വന്ന് പട്ടിഷോ നടത്തുകയാണല്ലോ. പോയി വീണന്റെ അടുത്ത് വായിക്കണോ. ഇവിടെ നാട്ടുകാരെ മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോയില്ലേ 2.78 കോടി. എന്നിട്ട് ഉളുപ്പില്ലാതെ ഇവിടെ നിന്ന് പട്ടിഷോ നടത്തുകയാണ്. ഇവിടുത്തെ കോഴിക്കോട്ടെ MLA കെ ജയന്ത് വളരെ കൃത്യമായ മറുപടിയാണ് കൊടുത്തത്. കെ ജയന്ത് ഇന്നലെ അത് വൈറലായതാണ്. കെ ജയന്ത് പത്രക്കാരോട് പറഞ്ഞത്. അതിന്റെ മലയാള മനോരമ ഒരു അരപ്പേജിൽ ഇതിന്റെ മൊത്തം സംഭവ വികാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് നിപ്പ അവിടെ നില്ല്. മരുവൻ പറയാണ് നിപ്പയൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ റീൽസ് ഇടട്ടെ മരുവൻ. അതിന്റെ വാർത്ത എങ്ങനെയാണ്? നിപ്പ പ്രതിരോധത്തിന്റെ പേരിൽ ജില്ലയിൽ രാഷ്ട്രീയ പോര്. നിപ്പയെ നേരിടുന്നതിൽ സർക്കാർ വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ലെന്ന് LDF ആരോപിക്കുമ്പോൾ അവാർഡ് വാങ്ങാൻ വേണ്ടിയുള്ള ഷോ നടത്തേണ്ട കാര്യമില്ലെന്ന് UDF തിരിച്ചടിച്ചു. നിപ്പ കൺട്രോൾ റൂമിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ലെന്ന് ആരോപിച്ച് ബേപ്പൂർ MLA PA മുഹമ്മദ് റിയാസ് ഇന്നലെ കളക്ടറേറ്റിൽ പ്രതിഷേധിക്കുകയും കുത്തിയിരിപ്പ് നടത്തുകയും ചെയ്തു. അതില് റിയാസ് പറയുന്നതാണെന്നറിയോ? നിപ്പ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉള്ളവരെ ഫോണിൽ വിളിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ വകുപ്പോ കളക്ടറോ അനുമതി നൽകിയില്ല. മരുവന്റെ നിലവിളിക്കാണ്. ഇതോടെയാണ് കൺട്രോൾ റൂമിന് മുന്നിൽ കുത്തിയിരുന്നത്. മണ്ഡലത്തിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. മൂപ്പർക്ക് ഇനി ആശങ്ക കൂട്ടണം അല്ലെ? വലിയ ആശങ്കയിലാണ്. ഒരാശങ്കയില്ല. ഇവിടെ ആർക്കും നിപ്പ പറഞ്ഞിട്ടില്ല, നിപ്പ പിടിച്ചിട്ടില്ല. ഒരാൾക്കാണ് ആകെ ഒരു നിപ്പ ബാധയുണ്ടാകുന്നത്. ഇനി വലിയ ഉണ്ടാക്കണ്ട കേട്ടോ. അവരുടെ ആശങ്ക ദൂരീകരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണത്രേ. ഈ മണുകൂടാഞ്ചന്റെ ഉത്തരവാദിത്തമാണത്രേ. അവിടുത്തെ ആൾക്കാരുടെ ആശങ്ക പരിഹരിക്കപ്പെട്ട അതിനൊരു ഭരണം ഇവിടെ ഉണ്ടോ? അതിന് UDF സർക്കാരുണ്ടോ? UDF സർക്കാരിന്റെ ആരോഗ്യ മന്ത്രി ഉണ്ടോ? അതിനുള്ള ആരോഗ്യ എന്താ പറയാ ചികിത്സാ വിദഗ്ധർ ഇവിടെ ഉണ്ടോ? താൻ വേണ്ടടോ റിയാസേ, താൻ വേണ്ട. തന്റെ പട്ടിഷോ ഇവിടെ ആർക്കും വേണ്ടടോ. ജയന്ത് പറയുന്നുണ്ട്. അതിനുശേഷം ജയന്ത് പറയാണ് കൺട്രോൾ റൂമിന് മുന്നിൽ PA മുഹമ്മദ് റിയാസ് MLA നടത്തിയ പ്രതിഷേധം വെറും ഷോ മാത്രമാണ്. ജയന്ത് അങ്ങനെ ആയിരുന്നില്ല. ജയന്ത് പിന്നെ മാന്യനായതുകൊണ്ട് ഷോ എന്ന് പറഞ്ഞ പട്ടി ഷോ എന്ന് പറയണം. ജയന്തേ പട്ടി ഷോ. ഇവരൊക്കെ നടത്തിയത് വെറും പട്ടി ഷോ ആണ്. കൺട്രോൾ റൂമിന് മുന്നിൽ PA മുഹമ്മദ് റിയാസ് MLA നടത്തിയ പ്രതിഷേധം വെറും ഷോ മാത്രമാണ്. രാഷ്ട്രീയ തള്ളിന് ഞങ്ങളില്ല. ജയന്ത് പറയാണ് നിങ്ങളെപ്പോലെ രാഷ്ട്രീയ തള്ളു നടത്താൻ ഞങ്ങളില്ല. തള്ളു നടത്തിയ 2 എണ്ണം കിടക്കുന്നത് കണ്ടില്ലേ? KK ശൈലജയും വീണയും അല്ലെ? തോൽപ്പിച്ചില്ലേ? ജനങ്ങൾ തോൽപ്പിച്ചില്ലേ? അവർ നടത്തിയ രാഷ്ട്രീയ തള്ളു എന്തൊക്കെയായിരുന്നു? വിദേശത്ത് നിന്ന് വരെ ഫോൺ കോളുകൾ വരുന്നു. ഇവിടെ അല്ലെ? അവസാനം ജനങ്ങൾ പറഞ്ഞു വീട്ടിലിരുന്നോളം പറഞ്ഞു. ജനങ്ങൾക്കറിയാം ഈ കാപ്പട്ടിങ്ങൾ പറയുന്നത് ജയന്താണ്. കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട MLA ആണ് കേട്ടോ. രാഷ്ട്രീയ തള്ളിന് ഞങ്ങളില്ല. വൈകിട്ടത്തെ തള്ളില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ലെന്ന് ഈ നിപ്പക്കാലം കഴിയുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ വൈകുന്നേരത്തെ തള്ളുണ്ടല്ലോ, കാരണബോധം വന്ന് കണ്ടിങ്ങനെ തള്ളും. മുപ്പരിങ്ങനെ പേപ്പർ നോക്കി ഇങ്ങനെ വായിക്കും. ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ നിപ്പ വൈറസ് പേടിച്ചു പോയി, ഞങ്ങൾ പേടിപ്പിച്ചു, പ്രത്യേക ആക്ഷൻ നടത്തി എന്നൊക്കെ പറയും. കാരണം പ്രത്യേക ആക്ഷൻ, മുപ്പർക്കൊരു ആക്ഷന്റെ ആളാണല്ലോ അല്ലെ? എന്നിട്ടാണ് നിപ്പ വൈറസിനെ ഓടിപ്പിച്ചത് എന്നൊക്കെ പറയും കാരണബോധം. ആ തള്ളൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറയുകയാണ് ജയന്ത്.
ആരോഗ്യ പ്രവർത്തകരുടെ അറിവും പരിചയ സമ്പത്തുമാണ് രോഗപ്രതിരോധം തീർക്കുന്നതിനുള്ള കൈമുതലുള്ളത് എന്ന് പറയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകർ അവരിവിടെയുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്, അവർക്കറിയാം എന്ന് കെ ജയന്ത് വളരെ കൃത്യമായി പറയുന്നു. പിണറായി പറയുന്ന ഒരു കാര്യം, നിപ്പ വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഓഹോ, എല്ലാവരും കേൾക്കണം. കാരണഭൂതം പറയാണ്, നിപ്പ എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. അത് ഗൗരവത്തിൽ കൈകാര്യം ചെയ്യണം. അത് ഗൗരവത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നതിൽ സംശയമുണ്ട്. ആർക്ക്? ഇയാളെ തോൽപ്പിച്ച് വിട്ടിട്ട് വന്ന് പറയാണല്ലോ. ഇക്കാര്യത്തിൽ ആരോഗ്യ മേഖലയെ ആകെ സജ്ജമാക്കാനും അതിന്റെ ഭാഗമായി ഇടപെടൽ നടത്താനും ആരോഗ്യ വകുപ്പും സർക്കാരും മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. ഇയാള് സർക്കാരിനെക്കാട്ടും വലിയ ആളാണ്. ആര്? പിണറായി. എന്നാൽ നിർഭാഗ്യവശാൽ അത്തരം ഒരു മുൻകൈ ഇവിടെ കാണുന്നില്ല. ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ടേയില്ല, ഒന്നിനും ഇടപെട്ടിട്ടേയില്ല, ഒന്നും പറയുന്നില്ല. കാരണേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാവ് നാറും. അതുകൊണ്ട് പറയുന്നില്ല. ഇമ്മാതിരി കഴുകാനാവാത്ത സാധനങ്ങൾ കേട്ടോ. മുരളീധരൻ കൃത്യമായി പറയുന്നു, നിപ്പ ഇതുവരെ വ്യാപിച്ചിട്ടില്ല. അന്തംഗമികളെ കേൾക്കുക, നിങ്ങൾ ഇങ്ങനെ ഭീതി വളർത്തണ്ട. നിപ്പ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? വ്യാപിച്ചിട്ടില്ല. ഇതുവരെ കിട്ടിയ ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. പുതിയ കേസുകളില്ല. വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ ആരോഗ്യനില അതേ നിലയിൽ തുടരുകയാണ്. നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്ത് ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നു. ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിപ്പ മറ്റു സ്ഥലങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള നടപടി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. മറ്റെല്ലാം വെറും രാഷ്ട്രീയ വിമർശനം മാത്രമാണ് എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മുരളീധരനെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും മുരളീധരനെ ഇങ്ങനെ എന്താ പറയാ പേടിപ്പിക്കാൻ പറ്റൂല കേട്ടോ. റിയാസെ, നീ എത്ര കണ്ണുതുള്ളി ഇമ്മാതിരി കോഞ്ഞാട്ട കളി കളിച്ചാലും എന്റെ മോനെ വേണ്ട. റീൽസ് പരിപാടിക്ക് മതിയാക്കിട്ടെ മര്യാദയ്ക്ക് ആ മേൽപ്പാലത്തിന്റെ ആ സർവീസ് റോഡൊക്കെ ഒന്ന് നന്നാക്കാനുള്ള ശ്രമം നടത്തുന്നത് നീയാണ് ഇവിടെ ഗതാഗത കുരുക്കുണ്ടാക്കിയതിന്റെ മൂല കാരണം താനാണ്. ഇവിടുത്തെ എല്ലാവർക്കും അറിയണോ? ആ മേൽപ്പാലം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ സർവീസ് റോഡ് നന്നാക്കിയാൽ മതിയായിരുന്നു. നല്ല സർവീസ് റോഡ് ഉണ്ടാക്കിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അതാണ് നിങ്ങൾ എന്ത് ചെയ്ത് കുണ്ടും കുഴിയാക്കി അവിടെ കിടക്കുന്നത്. ആവശ്യത്തിന് വീതി കൊടുക്കാതെ, വീതി ഇല്ലാതെ അവിടെ വെച്ച് ഇത്രയും വലിയ ഈ ഗതാഗത കുരുക്കുണ്ടാക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ പ്രക്ഷോഭം ഉണ്ടാക്കി, പൗരസമിതിക്കാർ പ്രക്ഷോഭം ഉണ്ടാക്കി, ഇവിടുത്തെ BJP-ക്കാര്, ഇവിടുത്തെ UDF-കാര്, കോൺഗ്രസ്സുകാര്, ലീഗുകാര് ഒക്കെ പ്രക്ഷോഭം ഉണ്ടാക്കിയപ്പോഴാണ്, ഒരു ദിവസം ഈ പ്രൈവറ്റ് ബസ്സുകാർ സമരം നടത്തിയപ്പോഴാണ് അവസാനം കളക്ടർ വിളിച്ച് ഇത്തരത്തിലുള്ള ഒരു ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ പറഞ്ഞത്. എന്നിട്ട് എന്താ പറഞ്ഞത്? മൂപ്പര് പറഞ്ഞിട്ടാണ് അത്രയും. ഞാൻ പറഞ്ഞു ഈ ഞാൻ എന്ന് പറഞ്ഞ് നടന്നോടോ ഉളുപ്പില്ലാത്തവനെ. അപ്പൊ അങ്ങനെയാണ് ഈ മനോരമ ഈ വാർത്ത കൊടുത്തത്. ഈ നിപ്പയുടെ കാര്യം മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറയാം. അത് കഴിഞ്ഞിട്ടേ മാതൃഭൂമിയിലെ മാതൃഭൂമിയിലെ AP അനിൽകുമാറിനാണല്ലോ കോഴിക്കോടിന്റെ ചാർജ്. അദ്ദേഹം പറയുന്നു സ്ഥിതി നിയന്ത്രണ വിധേയം എന്ന് മന്ത്രി AP അനിൽകുമാർ പറയുന്നു. അത് കഴിഞ്ഞിട്ട് നിപ്പയെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നില്ല പ്രതിപക്ഷ നേതാവ്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മാതൃഭൂമിയുടെ ഏത് പേജിലാണ്? 4-ാം പേജിലാണ്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ അനുവദിക്കുന്നില്ല പ്രതിഷേധിച്ച് മുഹമ്മദ് റിയാസ്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ അനുവദിക്കാത്തതിൽ ആരോഗ്യവകുപ്പിന് നേരെ പ്രതിഷേധവുമായി PA മുഹമ്മദ് റിയാസ്. കോഴിക്കോട് കളക്ടറേറ്റിലെ നിപ്പ കൺട്രോൾ റൂമിന് മുന്നിൽ ഇരുന്നായിരുന്നു പ്രതിഷേധം. കൺട്രോൾ റൂമിൽ ഇരുന്ന് രോഗം സ്ഥിരീകരിച്ച പ്രദേശത്തുള്ളവരോട് ഫോണിൽ സംസാരിക്കണമെന്നുള്ള ആവശ്യം നിഷേധിച്ചു എന്ന് അദ്ദേഹം ആരോപിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വാർത്ത അങ്ങനെ കൊടുക്കുന്നേ. അതില് കേരളകൗമുദിയില് നമ്മുടെ ജയന്ത് പത്രക്കാരോട് പറഞ്ഞത് കുറേയും കൂടി വിശദമായി കേരളകൗമുദിയിലുണ്ട്. നിപ്പയിൽ രാഷ്ട്രീയ മുതലെടുപ്പുകളില്ല, പ്രതിരോധം കൃത്യമായി നടക്കുന്നു. കെ ജയന്ത് MLA. നിപ്പ പ്രതിരോധം കൃത്യമായി നടക്കുന്നതായും മുൻ വർഷങ്ങളിലേതുപോലെ നിപ്പയിൽ രാഷ്ട്രീയ മുതലെടുപ്പുകളും തള്ളലുകളും ഇല്ലെന്ന് കെ ജയന്ത് MLA. നിപ്പയെ രാഷ്ട്രീയക്കാരല്ല പ്രതിരോധിക്കുന്നത് എന്നും ആരോഗ്യ വിദഗ്ധരാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കേൾക്കടോ റിയാസേ, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇത്തരം കാര്യങ്ങൾ തങ്ങളാണ് ചെയ്തിരുന്നത് എന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നവർക്ക് നിപ്പ പ്രതിരോധം പാളിയെന്ന് തോന്നുന്നത് ജാള്യത കൊണ്ടാണ്. നിപ്പ സംശയിച്ച ദിവസം തന്നെ ആരോഗ്യമന്ത്രി ഇടപെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് മന്ത്രി ഇവിടെ നിന്നും മടങ്ങിയത്. മന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തിയില്ല എങ്കിലും
നിപ പോലുള്ള മഹാമാരിയെ പ്രതിരോധിക്കാൻ കരുത്തുള്ള ആരോഗ്യ സംവിധാനം കേരളത്തിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സിസ്റ്റം തകരാർ എന്നായിരുന്നു പഴയ വീണ കിടന്നുള്ള ജോർജ് പറഞ്ഞത്. ആ സിസ്റ്റം ഒക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിപ സ്ഥിരീകരിച്ചാൽ ആരോഗ്യമന്ത്രി വരണമെന്നും വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ 3 നേരം പറയണമെന്നുള്ള പൊതുബോധം കഴിഞ്ഞ സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരാണ് അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിച്ചത്. നിപ്പയൊക്കെ വന്നു കഴിഞ്ഞാൽ മന്ത്രി ഇങ്ങനെ വരണം, മന്ത്രി രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, വൈകുന്നേരം കാരണബോധം വന്നിട്ട് 2 മണിക്കൂർ നേരം സ്വദേശ പ്രഭാഷണം നടത്തണം. ഇതൊന്നും വേണ്ട. ഇവിടെ നല്ല ആരോഗ്യ വകുപ്പുണ്ട്, അവർ ചെയ്തോളും. അതിന് മികച്ചൊരു ആരോഗ്യ മന്ത്രിയുമുണ്ട്, ആരോഗ്യ സംവിധാനമുണ്ട്. ഇതൊക്കെ നിയന്ത്രിക്കുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുണ്ട്. കേട്ടോ റിയാസേ.